നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. രാത്രിയുടെ ഇരുട്ടിനെ കീറി മുറിച്ച് ജാന്റെ ഓടി കാർ ചീറി പാഞ്ഞു. ഡ്രൈവ് ചെയ്യുന്നതിൽ തന്റെ ഇടത് സൈഡിൽ ഇരുന്നുറങ്ങുന്ന ശിവനാഥ മേനോൻ അവനൊന്ന് പാളി നോക്കി. പിന്നെ റിയർ വ്യൂ മിററിലും നോക്കി. ആവണിയുടെ ഇരു സൈഡിലും ഇരുന്നുറങ്ങിയാണ് ശ്രീനിവാസനും മാധവിയും. എന്നാൽ അവൻ തങ്ങളെ നോക്കി രസിക്കുകയാണ് ആവണി. അവളുടെ നോട്ടം തന്റെ നേർക്കാണെന്ന് മനസ്സിലാക്കി ജാൻ പല്ലിയരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയിരുന്നു. തന്റെ മുന്നിൽ കാണുന്ന ഉറച്ച ശരീരത്തിനുടമെ തികഞ്ഞ വശ്യതയോടെ ആർത്തിയോടെ നോക്കി കാണുകയാണ് ആവണി. സ്റ്റിയറിംഗിൽ അമരുന്ന അവന്റെ കൈകളും ടീഷർട്ടിന്റെ സ്ലീവ് ഇറുകി കിടക്കുന്ന അവന്റെ ബൈസപ്പും മസിൽസും ഒക്കെ അവളിൽ വല്ലാതെ വികാരം കൊള്ളിച്ചു. അവന് ദൃഢമാർന്ന ശരീരത്തിനിടയിൽ ഞെരിഞ്ഞമരാൻ അവൾ വല്ലാതെ കൊതിച്ചുപോയി. ജാന്റെ മനസ്സിൽ മുഴുവൻ കുറുമ്പ് കാട്ടി പിണങ്ങി നിൽക്കുന്ന നീലാംബരി ആയിരുന്നു. ആദ്യമായി കാണുന്ന പെണ്ണിന്റെ ആ ഭാവവും അവന് ഇഷ്ടമായി. കാറിന്റെ സ്പീഡ് അല്പം കുറച്ച് ഫോൺ കയ്യിലെടുത്ത് അവൻ കിരണിന്റെ നമ്പർ ഡയൽ ചെയ്തു. പറവത്തെ എന്തായി? ഹോസ്റ്റൽ ഓക്കെ അല്ലേ? ആടാ റെഡിയായി. നമ്മുടെ ചാക്കോച്ചേന്റെ ഹോസ്റ്റലാ. പിള്ളേരണ്ടിനെയും താമസം അവിടെ ശരിയാക്കിയത്. കിരൺ ഉച്ചത്തിൽ വിളിച്ചു പോയി. ഓ എനിക്കറിയില്ലായിരുന്നു. പിള്ളേര് നോക്കുന്നു. നീയല്ലേ പറഞ്ഞു നീയാണ് ഹോസ്റ്റൽ റെഡിയാക്കിയെന്ന് അവർ അറിയരുതെന്ന്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. കിരൺ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിന്റെ പിള്ളേര് എന്നിട്ട് എന്തെടുക്കുക? അല്ല ഐ കാൺ ഹിയർ എനി സൗണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ആസ്ക്ഡ്. ഓ ഞങ്ങൾ റെസ്റ്റോറൻറ്റില്ല. പെങ്ങൾക്ക് ഭയങ്കര വിശപ്പേ. അടക്കാക്കുരു പോലെ ഇരുന്നിട്ട് 3 പൊറോട്ടയും ബീഫ് ഫ്രൈയും കുത്തി കയറ്റുക. പിന്നെ മറ്റേത് 5 ചപ്പാത്തി 2 ചിക്കൻ ഫ്രൈ ആയി. ഞാൻ എന്റെ പെങ്ങളുടെ ഭാഗത്തിൽ കൈയിട്ട് പോരാ. അവൾ തരുന്നില്ലടാ. എന്നെ തുറിച്ചു നോക്കുക. ഒരു കഷ്ണം താടിന്നില്ല. ജാനൻ ചിരിച്ചു. കഴിക്കട്ടാ, കഴിക്കേണ്ട പ്രായമല്ലേ. മെഷർമെന്റ് ഒക്കെ കൃത്യമായിരിക്കണ്ടേ. എന്നാലല്ലേ ഒരു രസമുള്ളൂ. വല്ലാത്ത ഭാവത്തിൽ നിറഞ്ഞ ചിരിയോടെ ജാനത് പറഞ്ഞപ്പോൾ മറുതലക്ക കിരണിന്റെ പുരികം വില്ലുപോലെ വളഞ്ഞു. എന്താണ് ഒരു ചിരി, ഒരു വല്ലാത്ത ഡയലോഗും മനസ്സിലാവുന്നുണ്ട്. നീ എറണാകുളത്ത് കാലുകുത്ത് പോനെ ജാനെ. ഇപ്പടിച്ച് ഈ ഗോളിന്റെ അർത്ഥം നീ തന്നെ എന്നെ ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. വെച്ചിട്ട് പോളാ. കോൾ കട്ട് ചെയ്ത് ചുണ്ട് കടിച്ചു പിടിച്ചൊരു കള്ളച്ചിരിയോടെ വലതയിൽ സ്റ്റിയറിംഗ് ഒതുക്കി ഇടത് കൈ തന്നെ നെഞ്ചിൽ ഒഴിഞ്ഞുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവനെ ആവണി വീണ്ടും ആർത്തിയോടെ നോക്കി. മുറിയിലാകെ നേരിയ മഞ്ഞ വെളിച്ചവും പുകയും മാത്രം. എരിയുന്ന ഹോമകുണ്ടത്തിന്റെ മുമ്പിൽ 2 മല്ലന്മാർ അവൾ ഇരു കൈകളിലൂടെ തൂക്കി ഉയർത്തി നിർത്തി. മുന്നിലിരിക്കുന്ന ചുവന്ന കണ്ണുകൾക്കുടമേ അവൾ ഭയത്തോടെ നോക്കി. വാവിട്ടലറിക്കൊണ്ട് അവൾ ആ കാട്ടാളന്മാരുടെ കൈകൾ കിടന്ന് പിടഞ്ഞു. ഇതുവരെ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു പോകുന്ന ഭയത്തേക്കാൾ എത്രയോ ഭീകരമാണ് താൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവൾക്ക് തോന്നി. നീളമുള്ള വടിയുടെ അറ്റത്തെ ചുറ്റിയ തുണിയിൽ എരിയുന്ന അഗ്നിയുമായ അയാൾ നിലത്തിൽ നിന്ന് എഴുന്നേറ്റു. ആചാനബഹുവായ ആ മനുഷ്യന്റെ ക്രൂരത നിറഞ്ഞ മുഖത്ത് വശ്യമായ ചിരി വിരിഞ്ഞു. അയാൾ അവൾക്കരികിലേക്ക് ചുവടുകൾ വെച്ചുകൊണ്ടിരുന്നു. അയാളുടെ മുഖത്ത് ഭയപ്പെടുത്തുന്ന ഭാവം കണ്ട് ഇനി എന്താണ് സംഭവിക്കുന്നറിയാതെ കുതിരിക്കൊണ്ടിരുന്ന ശരീരം അവൾ നിശ്ചലമാക്കി. തുറിച്ച കണ്ണുകളോടെയുള്ള കിതക്കുന്ന പെണ്ണുടൽ കാണെ അയാളിൽ അവളെ പിച്ച് ചീന്താനുള്ള ആർത്തിയുണ്ടായി. എരിയുന്ന പന്ത് അവളുടെ മുഖത്തിന് നേരെ ഉയർത്തി അയാൾ കണ്ണുകൾ ചുരുക്കിയെന്ന് നോക്കി. വെളുത്തു തുടുത്ത സുന്ദരി. അയാളുടെ കണ്ണുകൾ അവളുടെ മുഖത്തിൽ നിന്നും താഴേക്ക് ചലിക്കുന്നതിനോടൊപ്പം കയ്യിലെ പന്തവും താഴേക്ക് ചലിച്ചു. തോളിലായി കിടക്കുന്ന ധാവണിയിൽ അയാളുടെ പിടിമുറുകിയപ്പോൾ അവൾ വേണ്ട എന്ന പോലെ ഇരു സൈഡിലേക്കും തലയാട്ടിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഒറ്റവലയിൽ ധാവണി മാറിൽ നിന്ന് നീക്കം ചെയ്തു അയാൾ. ഉയർന്ന മാറിടവും ഒതുങ്ങി അല്പം വിരിഞ്ഞരക്കെട്ടും വെളുത്ത് മിനുസമാർന്ന അണിവയറിലെന്ന ആഭിച്ചുഴിയുമെല്ലാം ആർത്തിയോടെ അയാൾ നോക്കിക്കണ്ടു. വലത് കൈയിൽ എരിയുന്ന പന്ത് ഇടത് കൈയിലേക്ക് മാറ്റിക്കൊണ്ട് അയാൾ വലത് കൈ അവളുടെ മാറിനെ ലക്ഷ്യമാക്കി നീട്ടി. അവളുടെ പിടച്ചിൽ കൂടിയായപ്പോൾ ഇരുവശങ്ങളിൽ നിന്ന് മല്ലന്മാരുടെ പിടിയും മുറുകി. മറ്റൊന്നും ചിന്തിക്കാതെ നിലത്തുനിന്ന് ഇരുകാലുകളും ഉയർത്തി അവൾ അയാളെ ആഞ്ഞു തൊഴിച്ചു. നന്നേ ഉയരമുള്ള അയാളുടെ അടിവയറ്റിൽ തൊഴിയേറ്റുന്ന പുറകിലേക്ക് വേച്ചുപോയി. ഞൊടിയിടയിൽ അയാൾ വലതുകാലി ഉയർത്തി അവളുടെ വയറ്റിലേക്ക് ആഞ്ഞു തൊഴിച്ചു. അയ്യോ അമ്മ, അയ്യോ ഞാൻ കൊക്കയില് വീണേ. ഒന്നല്ല 2 നിലവിളി ശബ്ദം. കട്ടിലിന്റെ ഇരു സൈഡ് നിലത്തായി കിടക്കുകയാണ് നിലയും കാവിയും. ഒന്നും മനസ്സിലാവാതെ കാവി നിലത്തുനിന്ന് എഴുന്നേറ്റു. പക്ഷെ നീലാംബരി അപ്പോഴും കമിഴ്ന്നങ്ങനെ കിടക്കുകയാണ്. എന്റെ നടു അമ്മേ, അവിടെ ഒരു മുടിഞ്ഞ സ്വപ്നം. ഇന്ന് ആരെ കുലുന്നാടി നീ കണ്ട്? വീഴുന്നെങ്കിൽ ഒറ്റയ്ക്ക് വീണാ പോലെ. സ്വപ്നം കാണുന്ന നീയും അനുഭവിക്കുന്നത് ഞാനും. നീലാംബരിക്ക് അനക്കൊന്നുമില്ല. വീണിടം വിഷ്ണുലോകം. എന്നെ ചവിട്ടി നിലത്തിട്ട് നീ കിടന്ന് സൂയിച്ച് ഉറങ്ങിയാണല്ലേ. എഴുന്നേക്കടി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. നില. എന്തൊക്കെ പറഞ്ഞിട്ടും നീലാംബരിയിൽ അനക്കൊന്നുണ്ടാവത്തിനാൽ കാവ്യ അമ്പരപ്പോടെ അവിടെ അടുത്തേക്ക് ഓടി. നില. കമിഴ്ന്ന് കിടക്കുന്ന നില അവൾ എടുത്ത് മരത്തി കിടത്തി. നെറ്റിയിലും ചുണ്ടിലുമൊക്കെ മുറിവുകൾ. അതിൽ നിന്നും ചോര പൊടിയുന്നുണ്ട്. നേരിയ ഞരക്കം മാത്രമേ ഉള്ളൂ അവളിൽ. അയ്യോ നില, കണ്ണൂർക്കടി. ടേബിളിൽ ഇരുന്ന വാട്ടർ ബോട്ടിലിൽ നിന്ന് അല്പം വെള്ളം നിലയുടെ മുഖത്തേക്ക് കുടഞ്ഞുകൊണ്ട് കാവ്യ അവളുടെ തല ഉയർത്തി സ്വന്തം മടിയിലേക്ക് വെച്ചു. കാവ്യയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. നിലയുടെ ശരീരമാകെ വിറക്കുന്നുണ്ടായിരുന്നു. ആ വിറയിലും ആളുടെ ചുണ്ടുകൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. ഹോസ്റ്റൽ വാർഡൻ അവരുടെ ഹസ്ബൻഡ് ചാക്കോയും കാവ്യ വിളിച്ച പ്രകാരം ഓടിയെത്തി. നീലാംബരിയെ താങ്ങിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
പോകും വഴി തന്നെ അവൾക്ക് പനിയും തുടങ്ങിയിരുന്നു. മേനോൺസ് ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ഉടൻ തന്നെ ഡ്യൂട്ടി ഡോക്ടറും കുറെ നഴ്സുമാർ അവിടേക്ക് ഓടിക്കൂടി. കാവ്യ പുറത്ത് അക്ഷമയായി കാത്തു നിന്നു. സമയം 2 മണി ആവുന്നേ ഉള്ളൂ. റിസപ്ഷനിൽ പോയി പേരും ഡീറ്റെയിൽസ് അവൾ കൊടുത്തു. ഹോസ്റ്റൽ അഡ്രസ്സാണ് കാവ്യ അവിടെ പറഞ്ഞു കൊടുത്ത്. നിലയുടെ അഡ്രസ്സ് അവൾക്ക് അറിയില്ലായിരുന്നു. പേരിന്റെ സ്ഥാനത്ത് ഫുൾ നെയിം പറയാതെ നില എന്ന് മാത്രമാണ് അവൾ വെച്ചത്. നിലയുടെ കൂടെ വന്നവരാരാ? നേഴ്സ് വന്ന് ചോദിച്ചപ്പോൾ ചാക്കോയും ഹോസ്റ്റൽ വാർഡൻ അയാളുടെ ഭാര്യ ശ്യാമയും കാവ്യക്കൊപ്പം അങ്ങോട്ടേക്ക് ചെന്നു. നിങ്ങൾ ആ കുട്ടിയുടെ പാരൻസ് ആണോ? അല്ല, ഞാൻ റൂംമേറ്റാ. ഇവര് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഓണറും വാർഡിനുമാ. നിലന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവളുടെ നാട് ട്രിവാൻഡ്രാ. കാവ്യ വേഗത്തിലെല്ലാം പറഞ്ഞു. ഡോക്ടർ വിളിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനാ. കൂടുതൽ അറിയാവുന്ന ഒരാൾ കൂടെ വരും. ആ, ഞാൻ വരാം. കാവ്യ വേഗം മുന്നോട്ട് നടന്നു. പോകുമ്പോൾ ചാക്കോയെയും ശ്യാമയും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവർ പോയിട്ട് വായുന്ന പോലെ തലയാട്ടി. എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത്? പീഡിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ലൈക്ക് ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കാൻ പറ്റോ? ഡോക്ടർ അഭിഷേക് കാവ്യയോട് ചോദിച്ചു. ഇയാൾ മടിക്കണ്ട, എന്നാലും പറഞ്ഞോളൂ. ഏയ്, ഒന്നും ഉണ്ടായില്ല ഡോക്ടർ. അവൾ നല്ല ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദിവസം ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. പുതിയ ഹോസ്റ്റലാ, ഇന്ന് ഷിഫ്റ്റ് ആയതേ ഉള്ളൂ. കാവ്യ ഇന്നുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ പിന്നെ ആ കുട്ടിയുടെ ദേഹത്ത് കാണുന്ന മുറിവുകൾ അതെങ്ങനെ ഉണ്ടായതാ? നെറ്റിയിലും ചുണ്ടിലല്ലേ? അത് ഞാൻ പറഞ്ഞില്ലേ, അവൾ കട്ടിലിൽ നിന്ന് കമിഴ്ന്നാ വീണ്. അപ്പോൾ ഉണ്ടായതാ. കാവ്യ ഓർത്തെടുത്തെല്ലാം പറഞ്ഞു. നോക്കൂ, ആ കുട്ടിക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. പക്ഷെ നോർമൽ അല്ലാത്ത പോലെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. പിന്നെ വൈറലായിട്ട് എന്തോ കുത്തിയിറക്കിയുള്ള ചെറിയൊരു മുറിവുണ്ട്. അധികം ഡീപ്പല്ല, ചെറിയൊരു മുറിവ്. അതാ ചോദിച്ചത്. അഭിഷേക് സംശയത്തോടെയാണ് കാവ്യയോട് ചോദിച്ചത്. അത് എനിക്കറിയില്ല ഡോക്ടർ. ഇനി നിലത്ത് വീണപ്പോൾ എന്തെങ്കിലും കയറിക്കൊണ്ടോ മറ്റോ? ആ, നിലത്ത് കൊതുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഞങ്ങൾ കിടന്ന്. ചിലപ്പോൾ അതിൻ്റെ സ്റ്റാൻഡോ മറ്റോ കൊണ്ടതാവും. റൂമിൽ പോയി നോക്കിയാൽ അറിയൂ ഡോക്ടർ. കാവ്യ ഓർത്തെടുത്ത് അത്രയും പറഞ്ഞു. മുഖത്തെ മുറികൾ മാത്രമേ അവൾ കണ്ടിരുന്നുള്ളൂ. മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് ബോധം മറിയുക, തലകറങ്ങി വീഴുകയോ, വൊമിറ്റ് ചെയ്യുകയോ, എന്തിനോടെങ്കിലും അകാരണമായിട്ട് ഭയം തോന്നുകയോ, പാനിക് അറ്റാക്കോ മറ്റോ? അത് ഡോക്ടർ ചോദിക്കുമ്പോൾ നില കാണുന്ന സ്വപ്നത്തെക്കുറിച്ച് പറയണമെന്ന് കാവ്യക്ക് തോന്നി. നോക്കൂട്ടി, ഇയാൾക്കറിയാവുന്ന എന്തായാലും ഇപ്പോൾ പറയണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഡോക്ടർ അഭിഷേകിനെ അവളെന്തോ മറക്കുന്നതായി തോന്നി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഡോക്ടർ. ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ട് ഇതുപോലെയൊക്കെ. ഒരിക്കലും ഇതുപോലെ എന്തൊരു സ്വപ്നം കണ്ട് പേടിച്ച് ഹോസ്പിറ്റൽ പോയാലെന്ന് പോലും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇതൊക്കെ ഒരു തമാശയായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്ത് സ്വപ്നങ്ങൾ? എന്താണ് ആ കുട്ടി കാണുന്നത്? ഇയാൾക്കറിയോ? ഡോക്ടർ ചോദിച്ചപ്പോൾ കാവ്യെന്ന് പരിങ്ങി. ഈശ്വര, ചെറുപ്പക്കാരനായി ഡോക്ടറുടെ അവൾ ഗന്ധർവനെ സ്വപ്നം കാണുമെന്ന് പറഞ്ഞ ആദ്യം ഇയാൾ എന്നെ വല്ല ഊളം പാർക്കും അയക്കും. അവൾ മനസ്സിലായി ഓർത്തുപോയി. അത് ഏതോ പേടിപ്പെടുത്തുന്ന സ്വപ്നം എന്നാ പറഞ്ഞ്. അല്ലാതൊന്നും എനിക്കറിയില്ല ഡോക്ടർ. എന്നാലും ഒരു CT ബ്രെയിൻ എടുത്ത് നോക്കാം. കട്ടിൽ നിന്ന് വീണതല്ലേ, ദേഹത്ത് വീക്കൊന്നുമില്ല. ഇനി ബോധം വന്നാൽ മാത്രമേ ഒടിവോ മറ്റുണ്ടോ നോക്കാൻ പറ്റുള്ളൂ. ആൾക്ക് വേദന ഉണ്ടോ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതും പറഞ്ഞ് ഡോക്ടർ നേഴ്സിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നേഴ്സിനോടായി ചോദിച്ചു. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ സീനിയറായിട്ട് ആരേ ഉള്ളൂ? ശ്രീപാർവതി മാഡം മാത്രമേ ഉള്ളൂ. ജോൺ സാറും കാവേരി മാഡം ലീവില്ല. എന്താ സർ, ശ്രീപാർവതി മാഡത്തിന് വിളിക്കണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ആദ്യം CT റിപ്പോർട്ട് വരട്ടെ. നേഴ്സിനൊപ്പം കാവ്യ നിലയുടെ അടുത്തേക്ക് നടന്നു. കാഷ്വാലിറ്റിയിൽ ഒരു ബെഡിൽ മയക്കത്തിൽ കിടക്കുന്ന നിലയുടെ അടുത്തായി അവൾ അങ്ങനെ നിന്നു. കഴിഞ്ഞ ദിവസം കൂടി വല്ലാത്ത സന്തോഷത്തിലായിരുന്നു അവർ. കിരണിനോടൊപ്പം ഒരുമിച്ച് ഫുഡ് കഴിച്ചും തള്ളിപിടിച്ചൊക്കെ രണ്ടാളെയും രാത്രി അല്പം വൈകിയാണ് ഹോസ്റ്റൽ കിരൺ കൊണ്ടാക്കിയത്. ഹോസ്റ്റൽ ഓണർ ചാക്കോയെ മേനോസ് ഫാമിലിക്ക് നല്ല പരിചയമാണ്. അതുകൊണ്ട് തന്നെ കാവ്യയും നിലയെ ഒരു ദിവസം കൊണ്ട് തന്നെ ചാക്കോയെയും ഭാര്യ ശ്യാമയും കൂട്ടത്തിൽ കൂട്ടി. എപ്പോഴോ ഞെട്ടിയുണർന്നാണ് ജാൻ. ട്രിവാൻഡ്രത്തെ റിസോർട്ടിലുള്ള സ്യൂട്ടിലാണ് അവൻ. തൊട്ടടുത്ത മുറിയിൽ ശിവനാഥ് മേനോനുണ്ട്. മറ്റൊരു സ്യൂട്ട് റൂമിലാണ് ശ്രീനിവാസനും ഫാമിലിയും. സൈഡ് ടേബിളിൽ നിന്ന് തന്റെ ഫോൺ കയ്യിലെടുത്തവൻ. സമയം 2 മണി. റിസോർട്ടിലെത്തിയപ്പോൾ 8 മണി കഴിഞ്ഞിരുന്നു. ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും മാധവിയുടെ നിർബന്ധപ്രകാരം ചായ കുടിക്കാനൊക്കെ പല സ്ഥലത്തായി വണ്ടി നിർത്തേണ്ടി വന്നു. ലേറ്റ് ആയതുകൊണ്ട് മീറ്റിംഗ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. ജാനാക അസ്വസ്ഥനായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോൾ തനിക്ക് തോന്നിയ സംശയം അവൻ ശിവനാഥ് മേനോന്റെ മുഖത്തുനിന്ന് ചോദിച്ചു. ഡാഡ്, എന്താ ഉദ്ദേശം? എന്ത്? ഫുഡ് അടി കഴിഞ്ഞു, ഇനിയൊന്ന് ഉറങ്ങണം. നാളെയല്ലേ മീറ്റിംഗ്. അവിടെ പോയി ഡിസ്കഷൻ കഴിഞ്ഞാൽ പിന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യണം. നിന്റെ പേരിൽ ഡോക്യുമെന്റ്സ് തയ്യാറാക്കി അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കണം. പിന്നെ സൈറ്റ് വിസിറ്റ് ചെയ്യണം. നാളെ നൈറ്റ് തിരിച്ചു പോകണം. കഴിഞ്ഞു. ശ്രീ വാങ്ങിക്കൊടുത്ത നൈറ്റ് ക്രീം മുഖത്തും കഴുത്തിലും കൈകളിലും വാരി തേച്ചുകൊണ്ട് ശിവനാഥ് മേനോൻ ഇരുന്ന് പ്രസംഗിച്ചു. അതല്ല, ജാനൽപ്പം കടുപ്പിച്ചു. ഡാഡ്, എന്നോട് പൊട്ടം കളിക്കരുത്. ലുക്ക് അറ്റ് മീ. വാരി തേക്കുന്നതിൽ കണ്ണിൽ പുരണ്ട ഇരുകൈയിലെയും ചൂണ്ടുവിരൽ കൊണ്ട് വടിച്ചു കളഞ്ഞ് ശിവനാഥ് ജാനോ നോക്കി. ചെക്കൻ തുറിച്ച് നോക്കുകയാണ്. ഇടുപ്പിൽ കൈകുത്തി ഇടത് ചൂണ്ട് കടിച്ചു പിടിച്ച ശ്വാസം വലിച്ചെടുക്കുകയാണ്. ദൈവമേ, മാൻഷനിലായിരുന്നെങ്കിൽ ഓടിക്കൊരു വാതിലടക്കം ഒരുപാട് മുറികളുണ്ട്. ഇവിടെ അപ്പം ആകെ ഒരു മുറിയേ ഉള്ളൂ. കണ്ണി കണ്ട് റിസോർട്ടിൽ കിടന്ന് അന്തിശ്വാസം വലിക്കേണ്ടി വരുമോ? ഡാഡ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആസ്ക്ഡ്? ആ, മനസ്സിലായതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. എന്താ ഉദ്ദേശം എന്നല്ലേ നീ ചോദിച്ചത്? ഓക്കെ, എന്നാ പച്ചക്ക് പറയാം. ആ പുന്നാര പോളിങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാന്ന്? ഒന്ന് പതുക്കെ.
ബാൽക്കണി ഓപ്പണാ, അവരപ്പുറത്തെ റൂമിലുണ്ട്, എനിക്ക് ചെവിയേക്കാം. ശിവനാഥ് ഓടിപ്പോയി ബാൽക്കണി ഡോർ അടച്ചു. ഉണ്ണിക്കുട്ട ശ്രീനിവാസൻ ഒരു പാവ, അറിയാലോ, ശുദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ. നമ്മുടെ നാഥിനോട് അവനുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? മതി, അങ്കിളിന്റെ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് എടുത്താ പൊങ്ങാത്ത പലതും ചെയ്യിപ്പിക്കുന്നുണ്ട് ശിവനാഥ മേനോൻ. ഒരല്പം സ്നേഹം എനിക്ക് നാഥങ്ങളിനോട് കൂടിപ്പോയി. അത് മുതലെടുക്കുന്ന മതിയാക്കി കാര്യം പറ, ഫാസ്റ്റ്. എടാ തന്തയെ പേരെടുത്ത് വിളിക്കാതെടാ. ശിവനാഥൻ ചിണുങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞ് അതും കാണില്ല. പിന്നെ മറ്റു പലതും അവന്റെ വായിന്ന് വരുന്നത്. ഒലിപ്പീരി നിർത്തി തന്ത കാര്യം പറ. ശ്രീനിവാസൻ മാൻഷനിൽ വന്ന മുതലുള്ള കാര്യങ്ങൾ ശിവനാഥ് ജാനോട് പറഞ്ഞു. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ കല്യാണക്കാര്യം മാത്രം അയാൾ അങ്ങ് വിഴുങ്ങി. കാരണം തന്റെ മോനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. ഒരു വേള അയാൾ ചിന്തിച്ചു, ആവണിയുടെ സ്വഭാവം വെച്ച് ഒട്ടും താമസിക്കാതെ ഒരു പ്രപ്പോസൽ ജാന്റെ മുമ്പിൽ അഴിച്ചുവിടും. അപ്പൊ അന്തസ്സായിട്ട് അവൻ അത് റിജക്ട് ചെയ്യുകയും ചെയ്യും. കാണാൻ പോകുന്ന പൂരത്തിന്റെ വെടിമരുന്നിന് ഇപ്പോഴേ തീ കൊളുത്തണ്ടല്ലോ. ഓഹോ, അപ്പൊ ഞാൻ അവൾക്ക് എന്റെ ഓഫീസിൽ ജോലി എടുക്കണം, അതിനാണോ അവൾ അഴകിലയിൽ കളിക്കുന്നത്? ഡാഡ് കണ്ടില്ലല്ലോ അവിടെ ഒരു നോട്ടവും ബാവും. ഞാനെന്താ അൽഫാമോ മന്തി പോലാണോ? അവിടെ ഒരു ഒലിപ്പീര്. ഉണ്ണിക്കുട്ട മലയാളം തൽക്കാലം വേണ്ട, ഇംഗ്ലീഷ് മതി. എനിക്ക് ഈ രാത്രി ഒന്ന് മനസ്സമ്മതമായിട്ട് ഉറങ്ങണം. മൂട് കളയില്ലേ, തെറി കേൾക്കാൻ വയ്യാഞ്ഞിട്ടാ. അവള് നോക്കുന്നെങ്കിൽ നോക്കട്ടെടാ, നീ ഒന്ന് തിരിച്ചു നോക്ക്. കുറെ കാലം കഴിഞ്ഞ് ഈ വയസ്സനായ പട്ടി പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഞാനൊക്കെ അനുഭവിക്കുന്നത് ദാരിദ്ര്യ, അതൊക്കെ ഒരു കാലം. ഞാൻ നെറ്റിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് കൗസിലേക്ക് ഇരുന്നു. വിട്ടേക്കടാ, നീ ഒരു കാര്യം ചെയ്യ്. ഓഫീസിൽ നിനക്ക് PS ആരുമില്ലല്ലോ, നീ മനഃപൂർവ്വം ഒഴിവാക്കിയതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പേഴ്സണൽ സെക്രട്ടറി എനിക്കിനെ ആവശ്യമാണ്. നാഥ അപ്പാരൽസ് മാത്രമല്ല, മേനോൻസിന്റെ പല സ്ഥാപനങ്ങളിലും നിന്റെയും കിരണിന്റെയും പേരിൽ എനിക്ക് മാറ്റി എഴുതണം. എനിക്കിനി ഒറ്റയ്ക്ക് വയ്യ. ഇപ്പതേ ഒരു മാളും കൂടിയായി. ആവണി മിടിക്കുക, മുംബൈയിലായിരുന്നു. അതിൻ്റെതായ ഒരു ഇളക്കൊക്കെ കാണും, സാരല്ല. 10-27 വയസ്സുണ്ട്. നിന്നെ പോലെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നടന്നവളോ? അപ്പൊ ഇപ്പൊന്ന് മാറിയോ? അങ്ങനെയല്ല, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. നീ കൂടെ കൂട്ടിക്കോ. മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടാകുച്ച്. ഓഫീസിൽ നിന്റെ ഒപ്പം നിന്നോട്ടടാ. നമ്മൾ ശ്രീനിവാസന് ഉറുതി ക്ഷമിച്ചേക്ക്. നിനക്കറിയാലോ, അവൻ എനിക്ക് തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്കതൊന്നും മറക്കാൻ പറ്റിയില്ല. നിന്റെ ഈ തന്ത ആദ്യമായിട്ട് പറയുന്നൊരു കാര്യമില്ലടാ, ഒന്ന് സമ്മതിക്കടാ. ആദ്യമായിട്ടോ? ആദ്യത്തെ എന്ന് പറഞ്ഞ കുറെ ആയി. ദിസ് വിൽ ബി ദി ലാസ്റ്റ്. ഓഫീസിൽ ഞാൻ കൊണ്ടുപോവാം. മര്യാദക്ക് അവിടെ നിന്ന് അവൾക്ക് കൊള്ളാം, ഇല്ലേ കാലവാരി നിലത്തടിക്കും ഞാൻ. ഉണ്ണിക്കുട്ടാ. നീട്ടിയുള്ള വിളിയിൽ ഒരു അച്ഛന്റെ ശാസന ഉണ്ടായിരുന്നു. ജാനൊന്ന് മൂളി. മോനെ എന്ത് വേണോ കാണിക്കോട്ടെ, ചിലപ്പോൾ അത് അവളുടെ സംസ്കാരമാവും. പക്ഷെ നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. കേട്ടിട്ടില്ലേ, സൈലൻസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് റിജക്ഷൻ. കേട്ടിട്ടില്ല. ജാൻ കടുപ്പിച്ച് മറുപടി നൽകി. നീ കേൾക്കില്ല. ഇതിപ്പോ ഞാൻ ചൂടോടെ പടച്ചു വിട്ടാ. പോയി കിടന്ന് ഉറങ്ങണ ചക്ക. എല്ലാം ഓർമ്മയിൽ ഒരിക്കൽ കൂടി മിന്നി മറഞ്ഞു. അവൻ ബാൽക്കണിയിലേക്ക് പോയി റെയിലിങ്ങിൽ പിടിച്ച് മുന്നിൽ കാണുന്ന കായലിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ഒപ്പം ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം ആവണി ആർത്തിയോടെ തന്നെ നോക്കിയായിരുന്നു. അപ്പോഴെല്ലാം അറപ്പാണ് തോന്നിയത്. പക്ഷേ ഉള്ളിലെവിടെയോ ഇളം കാപ്പി കളർ കണ്ണുകളോടെ തന്നെ നോക്കുന്ന സുന്ദരിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. താനൊന്ന് നോക്കുമ്പോൾ പിടപ്പോടെ നോട്ടം പിൻവലിക്കുന്ന കുറുമ്പി. ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? 2 മണിക്ക് നല്ല ഉറക്കാവും. താനിവിടെ ഉറക്കം നഷ്ടപ്പെട്ടിങ്ങനെ പെണ്ണിനോർത്ത് നടക്കുന്ന വല്ലതും അവൾ അറിയുന്നുണ്ടോ? മുകുന്ദൻ. അവന്റെ മനസ്സിൽ പെട്ടെന്ന് ആ പേര് കൂടി കടന്നു വന്നു. മറ്റൊരുവന്റെ പെണ്ണ് പാടില്ല. സ്നേഹം പിടിച്ചു വാങ്ങാനുള്ളതല്ല. ഒരു നിമിഷം ഇതുവരെ കണ്ടിട്ട് പോലില്ലാത്ത മുകുന്ദനോട് പോലും ജാന ഒരിക്കൽ കൂടി അസൂയ തോന്നി. അവൻ കാണാൻ സുന്ദരനായിരിക്കുമോ? നീലാംബരി അവനെ ഓർക്കുന്നുണ്ടാവുമോ? അവളുടെ വിരൽത്തുമ്പിൽ അവൻ തൊട്ടിട്ടുണ്ടാകുമോ? അവളോട് വാതോരാതെ സംസാരിച്ചിട്ടുണ്ടാകുമോ? പ്രണയത്തോടെ അവളെ നോക്കാറുണ്ടോ? അവളുടെ മണം അവന് അനുഭവപ്പെടാറുണ്ടോ? ഓർക്കുമ്പോൾ തന്നെ ഭ്രാന്തി പിടിക്കുന്ന പോലെ. നീലാംബരി! അവൻ മനസ്സിലായി അലറി. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഡോക്ടർ റൂമിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരമാണ് കാവ്യ ഡോക്ടറുടെ റൂമിലേക്ക് പോയത്. നേരത്തെ കണ്ട ഡോക്ടർക്കൊപ്പം മറ്റൊരു ലേഡി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന റിപ്പോർട്ട് പരിശോധിക്കുന്നതിനിടയിൽ അവർ മുഖമുയർത്തി കാവ്യയെ നോക്കി. മുന്നിലുള്ള ചെയറിലിരിക്കാനായി അവളോട് അവർ പറഞ്ഞു. പെട്ടെന്നാണ് ഒരു നേഴ്സ് അവിടേക്ക് വന്ന്, ശ്രീപാർവതി മേഡം, ആ കുട്ടിക്ക് ബോധം വന്നു, ഫ്രണ്ടിനെ അന്വേഷിക്കുന്നുണ്ട്. അത് കേട്ടതും ഡോക്ടർ അഭിഷേക് എഴുന്നേറ്റ് നേഴ്സിന്റെ കൂടെ പോയി. ശ്രീപാർവതി കാവ്യയെ നോക്കി പുഞ്ചിരിച്ചു. പേടിക്കണ്ട, ഫ്രണ്ടിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടും കട്ടിൽ നിന്ന് നിലത്ത് വീണുകൊണ്ടുമാണ് ഒരു CT എടുത്ത് നോക്കിയത്. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. ഫിസിക്കലി ആളും ഓക്കെയാണ്. ഇനി മെന്റലി ആളും ഓക്കെയാണോ സംസാരിച്ച് നോക്കിയാലേ അറിയാം. എന്താണ് ആ കുട്ടിയുടെ പ്രോബ്ലം? കുട്ടിക്ക് എന്തെങ്കിലും അറിയോ? വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഒരു സ്വപ്നം കണ്ട് ഇത്രയും അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അതും നോർമലായിട്ടുള്ള ഒരാൾ. ഒന്നെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുട്ടിയായിരിക്കണം. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെന്നാണല്ലോ ഇയാൾ അഭിഷേക് ഡോക്ടറോട് പറഞ്ഞത്. കാവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാരണം മാനസികമായി പ്രോബ്ലം അവൾക്കില്ലെങ്കിലും ഈ പ്രായത്തിൽ മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും സ്വന്തം വീട്ടുകാരിൽ നിന്നും ധാരാളം അനുഭവിക്കുന്നുണ്ട് നില.
തനിക്ക് നോക്കി നിൽക്കാൻ, അവൾ പറയുന്ന കേട്ട് നിൽക്കാനോ അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ മുകുന്ദനുമായിട്ടുള്ള എൻഗേജ്മെന്റും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന അവളുടെ വിവാഹവും പിന്നെ ആ വലിയ തറവാട്ടിൽ തളക്കപ്പെട്ടു പോകുന്ന തന്റെ ബാക്കിയുള്ള ജീവിതമെല്ലാം ഓർത്ത് കാരണമാകാം അവൾ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനോടൊപ്പം നിലപറഞ്ഞ മുകുന്ദന്റെ ക്രൂരതകൾ ഓർക്കെ കാവ്യയിൽ അല്പം ഭയവും നിഴലിച്ചു. തന്റെ മുന്നിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ മറ്റേതോ ലോകത്തെന്ന പോലെ ഇരിക്കുന്ന കാവ്യയെ ശ്രീ തികഞ്ഞ സംശയത്തോടെ നോക്കി. ആ ഒരു ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആ റൂമിന്റെ തുറന്നു കിടന്ന ഡോറ് ചേർത്തടച്ചു. കാവ്യയുടെ അടുത്തുള്ള ചെയറിലേക്ക് വന്നിരുന്നു. അവളുടെ മുഖം പിടിച്ചുയർത്തി. ഓളതിനെ കരയുന്നു. ഈസ് എവരിത്തിങ് ഓക്കെ? തന്റെ മുന്നിലിരിക്കുന്ന ശ്രീ പാർവതിയെ അവളൊരു നിമിഷം നോക്കി. മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുപോയി. പെൺകുട്ടികൾക്ക് നേരെയുള്ള പല കുറ്റകൃത്യങ്ങളും പുറം ലോകം അറിയുന്നത് ഒരു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നോ ആയിരിക്കും. അതിന് ചങ്കറപ്പുള്ള ഒരു ടീച്ചർ, ഒരു ഡോക്ടറോ വിചാരിച്ചാൽ മാത്രം മതി. അവൾ പ്രതീക്ഷയോടെ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി. ശ്രീ അവിടെ ഇരുതോളിലും പിടിച്ചു. പറമോളെ, എന്താ? എന്നൊരു അമ്മയെ പോലെ കണ്ടോളൂ. എന്നോട് പറ, ഹോസ്റ്റലിലോ പഠിക്കുന്ന സ്ഥാപനത്തിലോ അതോ നിങ്ങൾ വർക്ക് ചെയ്യുകയാണോ? അവിടെ എന്തെങ്കിലും മറ്റ് ഫിസിക്കൽ അബ്യൂസ് എന്തെങ്കിലും ഉണ്ടായോ? ഉത്തരവാദിത്വത്തോടുള്ള ചോദ്യം. ഇല്ല ഇല്ല മേഡം, അവിടെയൊന്നുമില്ല. ഞങ്ങൾ വർക്ക് ചെയ്യുക, അവിടെയൊക്കെ ഓക്കെയാണ്. പിന്നെ എവിടെയാ? വീട്ടില്, അവളുടെ വീട്ടില്. ശ്രീ ഒരു പിടപ്പോടെ കാവ്യയെ നോക്കി. കാവ്യ ശ്രീയുടെ കൈകളിൽ പിടിച്ചു. മാഡം, എനിക്ക് പേടിയാവുന്നു. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. അവളോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ തെറ്റ് ചെയ്തെന്നൊരു തോന്നല്. ഇറ്റ്സ് ഓക്കെ കൂൾ. മോള് പേടിക്കണ്ട. ഇതൊക്കെ എടുത്തിയാടി തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. റിലാക്സ്, ലെറ്റ്സ് ടോക്ക്. പറ, സെക്ഷൽ അബ്യൂസ് ആണോ? അയ്യോ അല്ല മാഡം, ആളുടെ വീട്ടില് അല്ല, അതൊരു പഴയ തറവാടാ. അച്ഛൻ മരിച്ച ശേഷം അവളും അമ്മയും. കാവ്യ പറഞ്ഞു തുടങ്ങി. അന്ധവിശ്വാസങ്ങൾ കെട്ടുപിടഞ്ഞെടുക്കുന്ന തറവാടും സർപ്പക്കാവും പിതൃപൂജയും ദുർമരണങ്ങളും നില എന്ന പെൺകുട്ടി കുഞ്ഞുനാൾ മുതൽ അനുഭവിച്ചു വന്ന മാനസിക ശാരീരിക പീഡനങ്ങളും അകത്തളത്തിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന അമ്മയും അവളുടെ ശരീരത്തിൽ അടിമപ്പെട്ട് നടക്കുന്ന മുറച്ചെറുക്കനും അവളുടെ ടീച്ചറമ്മയുടെ സഹായവുമെല്ലാം ഓരോ കാര്യങ്ങളും വ്യക്തമായി ശ്രീ കേട്ടിരുന്നു. കേട്ട കാര്യങ്ങൾക്കിടയിൽ ചില പേരുകളും ചില കാര്യങ്ങളും എല്ലാം സ്ത്രീയെ മറ്റേതോ ലോകത്തേക്ക് കൊണ്ടുപോയി. അവരുടെ മനസ്സിൽ ശോഭന ടീച്ചറുടെയും അവരുടെ മുറിയിൽ കണ്ട ആ സുന്ദരിയുടെയും മുഖം ഓർമ്മ വന്നു. എൻ്റെ ടീച്ചറമ്മ, അമ്മാവൻ, അമ്മായി, മുറച്ചെറുക്കൻ, മുത്തശ്ശൻ, മുത്തശ്ശി, ചെറിയൊരു കൂട്ടുകുടുംബം. പേരറിയാത്ത ആ സുന്ദരിക്കുട്ടി എന്ന് തന്നോട് പറഞ്ഞു. തൻ്റെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടി അടിക്കടി പറയുന്ന നില എന്ന പേരും. മേഡം, ആ കുട്ടി ഓക്കെയാണ്. ഫ്രണ്ടിനെ അന്വേഷിക്കുന്നുണ്ട്. ആള് നോർമലാണ്. എന്തോ ചെറിയ സ്വപ്നം കണ്ട് പേടിച്ചാണെന്ന്. ഇപ്പൊ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ടെമ്പറേച്ചറും നോർമലാണ്. പെട്ടെന്ന് റൂമിലേക്ക് ഡോർ തുറന്നു വന്ന ഡോക്ടർ അഭിഷേക് ശ്രീയോട് പറഞ്ഞു. ശ്രീ കാവ്യയെ നോക്കി പുഞ്ചിരിച്ചു. വാ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ആ കുട്ടിയുടെ അടുത്തിരുന്ന് സംസാരിക്കാം. കാവ്യ പെട്ടെന്ന് ശ്രീയെ തടഞ്ഞു. ഡോക്ടർ, ഞാൻ ഈ പറഞ്ഞത് ചിലപ്പോൾ അവൾക്ക് ഇഷ്ടാവില്ലെന്നൊരു തോന്നല്. അതുകൊണ്ട് അത് ചോദിക്കണ്ട. മോളുടെ പേരെന്താ? കാവ്യ പേടിക്കണ്ട. ആ കുട്ടിക്ക് ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ ഇത്രയൊക്കെ ഒരു വീട്ടിൽ ദുരൂഹമായിട്ട് നടക്കുമ്പോൾ അതും ഈ കാലഘട്ടത്തിൽ ചുമ്മാ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ നമുക്കൊക്കെ ഇങ്ങനെ കഴിയും. ഭയം എന്ന വികാരം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമുള്ളതാ, മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാനുള്ളതല്ല. പല സാഹചര്യങ്ങളിലും സ്വയം രക്ഷപ്പെടാൻ നമുക്ക് ഭയത്തെ കൂടെ കൂട്ടാം. ലൈക്ക് പെൺകുട്ടികൾ വിജനമായ വഴികളിൽ രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുന്നതിന് മുമ്പ് ഭയം നമ്മളോട് പറയും, അരുത്, ആ യാത്ര ഒഴിവാക്കാൻ. അതുകൊണ്ട് പേടി അത് നമുക്കിനി വേണ്ട. ഏതൊരു പ്രശ്നത്തിനും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. വേണ്ടത് ചങ്കുറപ്പാ, എന്തും നേരിടാനുള്ള ചങ്കുറപ്പ്. സാധാരണക്കാരിയായ ഒരു പെണ്ണിനെ കൈകരുത്തുകൊണ്ട് പരാജയപ്പെടുത്ത എളുപ്പാ, പക്ഷേ ബുദ്ധി കൊണ്ട് നേരിടാൻ ആർക്കും കഴിയില്ല. കുട്ടി വരൂ. കാവ്യയും കൊണ്ട് അവർ നടന്നു. ശ്രീയുടെ കണ്ണിൽ ഒരു സുന്ദരിയുടെ മുഖം മാത്രമായിരുന്നു. ഒരു വേള അത് അവൾ തന്നെ ആയിരിക്കണേ എന്ന് പോലും ശ്രീ മനസ്സിൽ ചിന്തിച്ചു. വർക്ക് ചെയ്യുന്നതല്ലേ പറഞ്ഞ്? എവിടെയാ? നടക്കുന്നിടയിൽ ശ്രീ കാവ്യയോട് ചോദിച്ചു. ഇവിടെ ഒരു ഫാഷൻ കമ്പനിയില്ല, നാഥ അപ്പാരൽസ്. ശ്രീ ഒരു ഞെട്ടിലോടെ അവിടെ തറഞ്ഞു നിന്നു. ശേഷം കാവ്യയും തിരിഞ്ഞു നോക്കി. എവിടെയാന്നാ പറഞ്ഞേ? നാഥ അപ്പാരൽസ്, അതിൻ്റെ പുതിയ ഓഫീസിലാ. ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാവ്യ നീല, ശ്രീ സ്വയം പറഞ്ഞു. ആ കുട്ടിയുടെ ഫുൾ നെയിം എന്താണ്? അവളുടെ പേര് നീലാംബരി എന്നാ. എന്താ മേഡം? താൻ കേട്ട വാക്കുകൾ വിശ്വസിക്കാനാവാതെ ശ്രീ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നുപോയി. പിന്നെ ഒരു പിടച്ചിലായിരുന്നു. കാഷ്വാലിറ്റിയിൽ നിലക്കടത്തേക്ക് നടക്കുമ്പോൾ ശ്രീയുടെ മനസ്സിൽ വഴിക്ക് ദൂരം കൂടുന്ന പോലെ തോന്നി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.